അമൽനാഥ് ചേരുകയാണ്. അമൽനാഥ്, ഇന്നത്തെ ചർച്ച പരാജയപ്പെട്ടു. എന്തൊക്കെയായിരുന്നു ചർച്ചയിൽ ഉയർന്നു വന്ന വിഷയങ്ങൾ? ഷമി, ഈ തൊഴിലാളി വിരുദ്ധ നടപടി എന്ന രീതിയിൽ ഈ കമ്പനി തൊഴിലാളികളെ പിരിച്ചുവിട്ട് ഒരാഴ്ച കഴിയുന്ന ഈ ഒരു സാഹചര്യത്തിലാണ് മന്ത്രിയുടെ നേതൃത്വത്തിൽ ഈ ഒരു ചർച്ച നടക്കുന്നത്. ചർച്ചയിൽ ഈ കമ്പനിയുടെ അധികൃതർ നേരിട്ട് പങ്കെടുത്തിരുന്നില്ല. നമ്മൾ നോക്കുകയാണെങ്കിൽ ഇത് മൂന്നാമത്തെ ചർച്ചയാണ്. ഈ ഒരു പിരിച്ചുവിടലുണ്ടായ അന്ന് രാത്രി ഓൺലൈനായ ഒരു യോഗം നടന്നിരുന്നു. അതിനുശേഷം കഴിഞ്ഞ തിങ്കളാഴ്ച രണ്ടാമത്തെ യോഗം നടന്നു. ഇത് മൂന്നാമത്തെ യോഗമാണ്. ഇതിലും കമ്പനി അധികൃതർ നേരിട്ട് പങ്കെടുത്തില്ല എന്നുള്ളതാണ്. അവർ ഓൺലൈൻ ാണ് ഇത്തരത്തിൽ ഇന്നത്തെ ഈ ഒരു യോഗത്തിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. ഈ ഒരു യോഗത്തിൽ പങ്കെടുത്തുകൊണ്ട് കമ്പനി അധികൃതർ മുന്നോട്ട് വെച്ചത് ഈ ജീവനക്കാർ ഓഫീസിലേക്ക് എത്തേണ്ട എന്നുള്ള ഒരു കാര്യം തന്നെയാണ്. മന്ത്രിയുടെ നേതൃത്വത്തിൽ ചർച്ച നടന്നെങ്കിലും ആ ചർച്ച പരാജയപ്പെടുന്ന ഒരു സാഹചര്യമായിരുന്നു ഇന്നും ഉണ്ടായത്. അതായത് ഒരു തീർപ്പിലേക്ക്, ഒരു സമവായത്തിലേക്ക് എത്താൻ വേണ്ടി സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വലിയ പ്രതീക്ഷയോടുകൂടിയാണ് കമ്പനിയുടെ ജീവനക്കാരുടെ പ്രതിനിധികൾ ഇന്നത്തെ ചർച്ചയിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അവർക്ക് ആശ്വാസമായ ഒരു നടപടിയും ഇന്നത്തെ ഈ ഒരു യോഗത്തിൽ ഉണ്ടായിരുന്നില്ല എന്നതാണ്. അതോടൊപ്പം തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഈ കമ്പനി മുന്നോട്ട് വെച്ചത് കേരളത്തിൽ കമ്പനി നഷ്ടത്തിലാണ്, അതുകൊണ്ടാണ് കമ്പനി പൂട്ടുന്നത്, ജീവനക്കാരെ പിരിച്ചുവിടുന്നത് എന്നുള്ളതാണ്. എന്നാൽ കമ്പനി അത്തരത്തിൽ നഷ്ടത്തിലല്ല എന്നൊരു കാര്യം ഇന്ന് മന്ത്രി പറയുകയും ചെയ്തിട്ടുണ്ട്. അതോടൊപ്പം ഈ തൊഴിലാളികളെ പിരിച്ചുവിട്ടത് അത് നിയമവിരുദ്ധമായാണ്. ഇത്തരത്തിൽ തൊഴിലാളികളെ പിരിച്ചുവിടുന്നുണ്ടെങ്കിൽ ഏകദേശം ഒരു 90 ദിവസം മുന്നേ തന്നെ അത് സർക്കാരിനെ അറിയിക്കുകയൊക്കെ വേണം. പക്ഷേ ഇത്തരം കാര്യങ്ങളൊന്നും തന്നെ ഈ ഒരു കമ്പനിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. പക്ഷെ അപ്പോഴും സർക്കാർ അതിനെതിരെ നടപടിയെടുക്കാൻ വേണ്ടി തയ്യാറായിട്ടില്ല എന്നതാണ് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇത്തരത്തിൽ ഈ കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും ഇപ്പോൾ ജീവനക്കാരുടെ പ്രതിസന്ധി അത് തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ഇനി 20-ാം തീയതി അടുത്ത ഒരു ചർച്ച വെക്കാനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അതുവരെ കമ്പനിയിലേക്ക് പ്രവേശിക്കേണ്ടതില്ല എന്ന് കമ്പനി അധികൃതർ പറയുന്നു. പക്ഷേ എന്നാൽ അടുത്ത ദിവസം മുതൽ തങ്ങൾ ഇത്തരത്തിൽ തങ്ങളുടെ ഓഫീസിലേക്ക് എത്തും എന്ന ഒരു വാദമാണ് ജീവനക്കാർ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. സാധാരണ രീതിയിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എടുത്തു നോക്കുകയാണെങ്കിൽ ജീവനക്കാർ കൃത്യം 9 മണിക്ക് തന്നെ അവരുടെ ഓഫീസിലേക്ക് എത്തുന്നുണ്ട്. അവിടെ ഹാജർ രേഖപ്പെടുത്തി മടങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. സമാനമായ രീതിയിൽ തന്നെ വരും ദിവസങ്ങളിലും ഓഫീസിലേക്ക് എത്തുമെന്നാണ് നിലവിൽ ജീവനക്കാർ പറയുന്നത്. എന്തു തന്നെയാലും മന്ത്രിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ ഒരു ചർച്ച അത് പരാജയപ്പെട്ട ഒരു സാഹചര്യമാണ്. അമൽനാഥാണ് വിശദാംശങ്ങൾ നൽകിയത്.